ഹായ് ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ഈവനിങ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മൾ പോയിട്ട് വരാം കേട്ടോ, വളാഞ്ചേരി പോയിട്ട് വരാം. ഇനി പോയി സാധനങ്ങളൊക്കെ പോയി വാങ്ങി വന്നിട്ട് വേണം അടുത്ത പരിപാടിക്ക്. അപ്പം എല്ലാവരും നമുക്ക് ഒരുമിച്ച് പോകാം. നമ്മളിന്ന് കുറച്ചധികം നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇറങ്ങാൻ വേണ്ടിയിട്ട്. വളാഞ്ചേരി പോകണമായിരുന്നു, കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് പോയിട്ടില്ലെങ്കിൽ നടക്കില്ല. പകലൊക്കെ ആകുമ്പോഴേക്കും നാളെ പകലൊക്കെ ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ, നാളത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ണ്ട്. നല്ല മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് നമ്മൾ നടന്ന് കുളമംഗലത്തെത്തി അവിടുന്ന് ഓട്ടോ ഒക്കെ പിടിച്ചിട്ടാണ് പോരുന്നത്. ആദ്യം തന്നെ നമ്മൾ പുതുമയിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്നാണ് കേട്ടോ ഞാൻ ലിപ്സ്റ്റിക്ക് മേടിക്കാറ്. എനിക്കിവിടെ നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ചുള്ള നല്ല ഷെയ്ഡോണ് കിട്ടാറുണ്ട്. ബാക്കിയുള്ള സ്ഥലത്തു നിന്നൊക്കെ ഞാൻ ലിപ്സ്റ്റിക്ക് മേടിക്കാറില്ല, ബാക്കി സംഭവങ്ങളൊക്കെ മേടിക്കുക. ഇവിടെ നിന്നാണ് ലിപ്സ്റ്റിക്ക് എടുക്കുക കേട്ടോ. അവിടെ നമുക്ക് ട്രയൽ ചെയ്തിട്ട് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത്. ഞാൻ ആദ്യം തൊട്ടൊക്കെ ഇതിൽ നല്ല റെഡ് കളർ, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ അല്ലേ ഭയങ്കര ഓവറായിട്ട് ഒന്നുകൂടെ ബ്രൈറ്റ് ആയ പോലെയൊക്കെ നമുക്ക് വല്ലാണ്ടൊരു ഓവറായ പോലെ തോന്നി. അപ്പോൾ അതെടുത്തില്ല. എന്നിട്ട് എനിക്കും പൂജിട്ടിയും കൂടെ ഒക്കണ ഒരു കളർ എടുത്തു കേട്ടോ. ഇവിടെ ഇങ്ങനെ പയ്യെ നടക്കണം. എന്താ വെച്ചാൽ അവിടെ മൊത്തത്തിൽ വെള്ളം നനഞ്ഞിട്ടില്ലേ, തെന്നി വീഴണ പോലെ എനിക്ക് തോന്നിയായിരുന്നു. അതാണ് മെല്ലെ നടക്കണം കേട്ടോ. പിന്നെ നമുക്ക് പൂവുണ്ടായിരുന്നില്ലേ നാളെ ഇടാൻ വേണ്ടിയിട്ട്, അത് മേടിക്കാൻ വേണ്ടി പൂജാ സ്റ്റോറിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാനൊരു കുഞ്ഞ് നിലവിളക്കിന് റേറ്റ് ചോദിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റ് അതിൻ്റെ കുറച്ചുകൂടെ വലുതായിരുന്നു. അപ്പോൾ അതില്ല, അവരെന്നെ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പൂവൊക്കെ മേടിച്ചു. പിന്നെ കുറച്ച് പലചരക്ക് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. വളാഞ്ചേരി വന്നാലും നമ്മൾ ഈ കടയിൽ നിന്നാണ് പലചരക്ക് കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പൂവാറിട്ട അപ്പോൾ അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം വെക്കാൻ വേണ്ടിയിട്ടുണ്ട്, പായസം. അപ്പോൾ അതിലേക്കുള്ള കൂട്ടോളും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുളിയഞ്ചി ഉണ്ടാക്കണമല്ലോ നമ്മൾ ഓണത്തിന് പ്രധാനമാണല്ലോ പുളിയഞ്ചി, നാരങ്ങച്ചാറൊക്കെ. അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. എന്നിട്ട് നമുക്ക് അപ്പുറത്തുനിന്ന് പായസത്തേക്കുള്ള ഒരു സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അത് ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ചു. എന്നിട്ട് കുറച്ച് പച്ചക്കറികൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തേക്ക് ചാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് അവർ ചെറുള്ളി വെക്കാൻ വേണ്ടി മറന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഈ കടയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം അവർ വെക്കാൻ വേണ്ടിയിട്ട് മറക്കും. അതിന് അടുത്ത പ്രാവശ്യം പോകുമ്പോൾ പറയാം. അന്നാൾ ദിവസം പറഞ്ഞു സോറി ഇനി ഉണ്ടാവില്ല എന്നൊക്കെ. പ്രാവശ്യം ചെറുള്ളി മറന്നിട്ടുണ്ട് കേട്ടോ. നമ്മളാണെങ്കിൽ ഈ പുറത്തിറങ്ങുമ്പോൾ ഈ കുഞ്ഞു സാധനങ്ങൾ കുറച്ചേ വാങ്ങുള്ളൂ. അതും കൂടെ അവിടെ ചെന്നിട്ട് ഇല്ലാത്ത ചെയ്യുമ്പോൾ ആകെ പെട്ടുപോകും. പിന്നെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരികയെന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ട കച്ചവടമല്ലേ. അതൊക്കെ വാങ്ങി തിരിഞ്ഞ് നമ്മൾ ആ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരു സാൻഡ്വിച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു, എനിക്കും പൂജിറ്റിയും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കൂടെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒട്ടുമിക്ക ആൾക്കാരൊക്കെ ചോദിക്കും കേട്ടോ, നിങ്ങൾ രാത്രി എന്തിനാ പോകണം മക്കളെ, പേടിയല്ലേ, രാത്രി പോകണ്ടാട്ടോ, പകൽ പോകുക, അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് രാവുന്ന പകലൊന്നും നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും കൊണ്ടുത്തരാണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ തന്നെ പോകണ്ടേ. അതുകൊണ്ട് ഞാൻ പിള്ളേരെ കൂട്ടിയിട്ട് പോകാറുണ്ട് കേട്ടോ. എനിക്ക് പകൽ പോകാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് പോകാൻ വേണ്ടി ഒരു ചടപ്പാണ്. പിന്നെ ഈ മഴയും കാര്യങ്ങളൊക്കെ ഇട്ട് ഇവിടുന്ന് ഒരു ലോകം വരെ നടക്കണം. അത് കാരണമാണ് ഞാൻ പിള്ളേർ വന്നിട്ട് പുറത്തിറങ്ങാമെന്ന് വിചാരിക്കണം. പിന്നെ രാത്രിയാണെങ്കിലും പേടിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. വളാഞ്ചേരി അങ്ങാടി നമ്മൾ അറിയാത്ത ആൾക്കാരോ ഒന്നുമല്ല. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഏട്ടനനിയനൊക്കെ 24 മണിക്കൂർ അവിടെ ഉണ്ടാവും കേട്ടോ, രാത്രി പ്രത്യേകിച്ചും. ഇപ്പം ഞങ്ങൾ ഇതാ പ്രാവശ്യം ഇപ്പോൾ പോയപ്പോഴും കൂടെ അവരെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പേടിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല കേട്ടോ. നമ്മുടെ കാര്യത്തിന് നമ്മൾ തന്നെ ഓടണ്ടേ, അതിപ്പോൾ രാവും പകലും നോക്കിയിരുന്ന കാര്യങ്ങൾ നടക്കും. അതുകൊണ്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോദിക്കുന്നവരോട് ഞാൻ അങ്ങനെ പറയാറുണ്ട് കേട്ടോ. അവർ സ്നേഹത്തിലാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഞാൻ പറയും ഒരു കുഴപ്പമില്ല, നമ്മളിപ്പോൾ രാവും പകലും നോക്കിയിരുന്നാൽ നടക്കുമോ, അപ്പോൾ അങ്ങനെ പോയിട്ട് വേഗം വരും, കുട്ടികളൊക്കെ അല്ലേ, പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവരെ സമാധാനിപ്പിക്കാറുണ്ട് കേട്ടോ. ഈ നെഗറ്റീവ് കമൻറ്റ് പറയണതിന് റിപ്ലൈ തരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ സബ്സ്ക്രൈബർ അല്ല കേട്ടോ ഇതൊന്നും പറയണത്, അത് വേറെ ഞാൻ പറയാം. ഞാൻ കാണുന്ന വീഡിയോയുടെ എനിക്ക് ഡെയിലി കമൻറ്റ് ചെയ്യണവരൊന്നുമല്ല, അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് പോലും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഈ നെഗറ്റീവ് പറയാൻ വേണ്ടി വരുന്നവർ അവർ വേറെ ഏതോ ചാനലിൽ അങ്ങനെ പറയണത് അങ്ങനെ എങ്ങനെയൊക്കെയോ ആണ് കേട്ടോ, ഞാൻ അറിഞ്ഞാണ്. അല്ലാതെ എൻ്റെ ചാനലിൻ്റെ താഴെ വന്ന് പറയണവർക്ക് എനിക്ക് തക്കതായ രീതിയിൽ നല്ല രീതിയിൽ മറുപടി പറയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ എൻ്റെ അടുത്ത് മോശമായിട്ട് പറയാറില്ല. അവരൊരു റിക്വസ്റ്റ് പോലെയാണ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ. അത് നമുക്ക് ഇഷ്ടമാണ്, നമുക്ക് കേൾക്കാൻ വേണ്ടി നമ്മളോട് ഇഷ്ടമുള്ളതുകൊണ്ട് അവരത് പറയണ രീതി എന്ന് പറയണത് നല്ലതാണ്. അതുകൊണ്ട് നെഗറ്റീവ് ആണെങ്കിൽ നമുക്കത് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യാറില്ല കേട്ടോ. ഞാനപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ചെയ്യാറുണ്ട്, അല്ലാത്ത കാര്യമാണെങ്കിൽ അവർക്ക് വേറൊരു വീഡിയോയിൽ അതിനെപ്പറ്റി പറയാറുണ്ട് കേട്ടോ, ഇങ്ങനെകൊണ്ടാണ് കേട്ടോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നലെ പറഞ്ഞ കമൻറ്റ് നമ്മുടെ സബ്സ്ക്രൈബ്സിൽ വരണവരല്ല, അത് വേറെ ആരൊക്കെയോ ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നെഗറ്റീവ് മാത്രം നോക്കിയിട്ടുള്ള പിന്നെ പറഞ്ഞ മഞ്ഞപ്പിത്തമുള്ള കണ്ണുകൾ കൊണ്ട് കാണില്ലേ, ആ വക ഏതൊക്കെയോ കൂട്ടങ്ങളാണ്. അവരൊക്കെ ഇത് പറയാനും നോക്കാനായിട്ട് വന്നിരിക്കുന്നവരാണ് കേട്ടോ. എന്താ വെച്ചാൽ അവരുടെ വീട്ടിലുള്ളവർക്കും ഈ വക സാധനങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും, അല്ലാതെ ഞാൻ എന്താ പറയുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ട് ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സംസാരത്തിനിടയിൽ അത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നമുക്ക് വ്ളോഗിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ കൊടുന്ന സാധനങ്ങളൊക്കെ അതാത് സ്ഥലത്ത് ഒഴുതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല തലവേദന ഉണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ സാൻഡ്വിച്ചും ചായയും കുടിച്ചുകൊണ്ട് എനിക്ക് വിശപ്പുണ്ടായിരുന്നില്ല. പിള്ളേർക്ക് ഞാൻ ചോറ് വന്നിട്ട് കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. രണ്ടാളും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കിച്ചൺ ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ രാവിലേക്ക് ഇത് പിന്നെ എനിക്ക് അങ്ങനെ കിട്ടണത് ഞാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞുള്ള കാര്യമില്ല. അതുകൊണ്ട് പിന്നെ വെയ്ക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ രാത്രിയിൽ ഈ കിച്ചണിലെ ഒരുക്കങ്ങൾ അങ്ങോട്ട് കഴിച്ചു വയ്ക്കും കേട്ടോ. നമ്മൾ അടിച്ച് വാരി തുടയ്ക്കാണ്ടൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ ഒരു ദിവസം മൊത്തത്തിൽ പോകായിരിക്കും.
അപ്പം മെല്ലെ ചെയ്യാനേ വയ്ക്കുന്നുള്ളൂ. അത്രയും തല ഇളക്കുമ്പോൾ നല്ല പെയിൻ ഉണ്ട് കേട്ടോ. ഒന്നാമത് ഈ മഴയത്ത് നമ്മൾ തോട്ടിൽ പോയിട്ടുള്ള തിരുമ്പലും വരലും പിന്നെ ഈ മഴച്ചാറ്റിൽ കൊണ്ടുള്ള പൂ പറിക്കലും പൂവിടലും ഈ ഒരു 2-3-4 ദിവസമായിട്ട് ഭയങ്കര മഴയാണ് കേട്ടോ. ചാനി പിനിയെന്ന് വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് വയ്യ. അത് വെച്ചിട്ട് നമ്മുടെ കാര്യത്തിന് ഇറങ്ങാതിരിക്കാനും വയ്യല്ല. ഞാനാണെങ്കിൽ കുട എടുക്കൂല കേട്ടോ, ചനിപിനി മഴ അല്ലേ എന്ന് വിചാരിച്ചിട്ട്. അതാണ് മെയിനായിട്ട് നീരിറങ്ങിയിട്ടുള്ള കുഴപ്പമാണ്. പിന്നെ നമ്മൾ തോട്ടിൽ നിന്ന് തിരുമ്പിയിട്ട് ഈ തലയിലേക്ക് വെള്ളം തെറിക്കൂല. എന്നിട്ട് വീട്ടിൽ വന്ന് നമ്മൾ ഇതൊക്കെ തുണിയൊക്കെ വിരിച്ചിട്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ കുളിക്കണം. അപ്പോഴേക്കും നീർവീഴ്ചയാണെന്ന് തോന്നുന്നു. അപ്പോൾ തലകടച്ചിൽ നല്ലോണമുള്ള ദിവസമാണെന്ന്. അതുകൊണ്ടാണ് ഒരു എനർജി ഇല്ലാണ്ട് ഇങ്ങനെ ആടിപ്പാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ ചിലപ്പോൾ കുറച്ച് അധികമാണെങ്കിൽ ആകെ സീനാവില്ലേ. അപ്പോൾ നാളേക്കുള്ള കുറച്ച് നാളികേരും കാര്യങ്ങളൊക്കെ രാവിലേക്ക് ബ്രേക്ക്ഫാസ്റ്റിലേക്കുള്ള കടുകട്ടിയായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം അങ്ങോട്ട് ചെയ്ത് വെക്കാതെ എന്നാൽ പിന്നെ നാളെ ഇത്ര പണി ഉണ്ടാവില്ല. നമുക്ക് പൂ ഇടാൻ വേണ്ടിയിട്ടും പിന്നെ അലക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതൊക്കെ ആകുമ്പോൾ നമുക്ക് നേരം വൈകും. അതുകൊണ്ട് അതൊക്കെ അങ്ങോട്ട് ഒരുക്കി ചെയ്യാൻ പറ്റുന്നിടത്തോളം കാര്യങ്ങളോട് ഒരുക്കി വെച്ച് കിടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വലിയ പാടുണ്ടാവില്ല. പിന്നെ നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ അതിലേക്കൊക്കെ വേണ്ടിയിട്ട് തലേ ദിവസം അങ്ങോട്ട് ഒതുക്കി വെക്കുകയാണ് കേട്ടോ. ഇങ്ങനെ മുന്നേ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നടക്കാറില്ല എൻ്റെ ജീവിതത്തിൽ എങ്ങനെ പോയാലും കേട്ടോ. അതുകൊണ്ട് ഞാൻ അതങ്ങനെ വല്ലാണ്ട് അങ്ങോട്ട് കൊടുക്കണില്ല. എന്നാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചാൽ സമയം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് നാളെ മറ്റന്നായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നാളികേരം ചിരകിയൊക്കെ കഴിഞ്ഞ് ഞാൻ ആ ചിരവ ഒന്ന് കഴുകി എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ചിരവ നല്ല ഉപകാരമാണ് കേട്ടോ. ഇതിൽ എനിക്കൊരു വേറൊരു പെയിൻറ്റ് എന്തെങ്കിലും കൊടുന്ന് അടിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പൂപ്പൽ വരേണ്ട. ഞാനിങ്ങനെ നനഞ്ഞിട്ട് അതിനകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടാണ് തോന്നുന്നു. മിക്കതും ഞാനങ്ങനെ പുറത്ത് വെച്ച് ഉണക്കാറാണ് പതിവ്. ഇപ്പോൾ ഈ മഴക്കാലം ആയതുകൊണ്ട് ഇപ്പോൾ അവിടെ പുറത്ത് വെച്ചാലും നനയും. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ തൂക്കിയിടുക ചെയ്യാം കേട്ടോ, ഈ ജനൽ കമ്പിയില്ലേനകത്ത്. എന്നിട്ട് നമ്മൾ ചിരകിയിരിക്കുന്ന നാളികേരം ഒരു കുഞ്ഞു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ അങ്ങോട്ട് വയ്ക്കാം. ഇപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ നാളത്തേക്ക് ഒതുക്കിയിട്ടുണ്ട്. കിച്ചൺ അങ്ങോട്ട് ഒതുക്കി, പാത്രങ്ങൾ കഴുകി വെച്ചു, നാളികേരം ചിരകി വെച്ചു. പിന്നെ സവാളയും കാര്യങ്ങളും ഇനിയിപ്പോൾ നാളെ എന്താണെന്നുള്ളതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാൻ മിക്കതും നാളെ പുട്ടോ അല്ലെങ്കിൽ നൂലുപുട്ടോ അങ്ങനെ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. രണ്ടിനും നാളികേരം വേണം. നൂലുപുട്ടാണെങ്കിൽ നമ്മൾ തേങ്ങാപ്പാലാണ് എടുക്കാൻ കണ്ടിട്ടുള്ളത്. എന്താ വെച്ചാൽ കറി വെക്കണ്ടെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് നമ്മൾ ചെറുപയർ കറിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ കടലക്കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്ന് ഉച്ചയ്ക്ക് വേറെ എന്തെങ്കിലും കാര്യമായിട്ട് കേട് വരുന്ന കറികളാണെങ്കിൽ ഞാൻ പിന്നെ വറുത്തരച്ച കടലക്കറിയൊന്നും വെക്കാൻ വേണ്ടി നിൽക്കില്ല കേട്ടോ. അപ്പോൾ അത് പൊട്ടയി പോകില്ലേ. അപ്പോൾ സിമ്പിളായിട്ട് എന്തെങ്കിലും ആക്കി കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ അതങ്ങോട്ട് എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചത്. അങ്ങനെയൊക്കെ ഒരു കാൽക്കുലേഷൻ്റെ പുറത്താണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ ഇന്നിപ്പോൾ നാളികേരമൊക്കെ ചിരകി വെച്ചിട്ട് നമ്മൾ അവിടെയൊക്കെ കയ്യോടെ ഇരിക്കുന്ന പാത്രങ്ങളും എല്ലാം അങ്ങോട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയൊന്ന് മേലെ കഴുകണം. എന്താ വെച്ചാൽ വൈകുന്നേരം മേലൊക്കെ കഴുകി എല്ലാ കാര്യങ്ങളും കഴുകിയിട്ടാണ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ ആകെ വെള്ളക്കളിയായിരുന്നു ആ സ്റ്റാൻഡിലൊക്കെ കേട്ടോ. പിന്നെ മഴയൊക്കെ ആയിട്ട് പിന്നെ ഈ മേലെഴുകാണ്ട് കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരില്ല. പിന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തതല്ല, ഇവിടെ അടിച്ചു വാരി തുടക്കുകയും കൂടെ വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് കേട്ടോ കിച്ചൺ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുഞ്ഞതാണ് കേട്ടോ. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ വലുതായിട്ട് തോന്നുന്ന പോലെയല്ല, ചെറിയൊരു കിച്ചണാണ്. അതുകൊണ്ട് അടിച്ചു വാരി തുടയ്ക്കാനൊക്കെ നല്ല എളുപ്പമാണ്, വൃത്തിയാക്കി ഇടാൻ വേണ്ടിയിട്ടും എളുപ്പമാണ്. ഈ കബോർഡുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് കേട്ടോ ഒരുപാട് സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ വൃത്തിയിൽ അങ്ങോട്ട് കിടക്കുമല്ലോ. പിന്നെ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു കവറിനകത്ത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ പ്ലാസ്റ്റിക് കവർ വേറെ ആക്കിയിട്ട് നമ്മുടെ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ വേസ്റ്റ് ബോക്സിലിടും. ഇതിങ്ങനെ ഒരു ബക്കറ്റിലാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊരു ബക്കറ്റ് നിറഞ്ഞപ്പോൾ അതൊരു വലിയൊരു കവറിലാക്കിയിട്ട് അങ്ങോട്ട് കെട്ടിയെടുത്ത് വെക്കാൻ വിചാരിച്ചു. ഇങ്ങനെ ഒരു 3-4 കവറായിട്ട് കൊടുക്കുകയായിരിക്കുമല്ലോ നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ അവിടെ ഫാൻ വയ്ക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ബാക്കി കാര്യങ്ങളും അതും ഇതൊക്കെ ആയിട്ട് വേണ്ടാത്ത കുറേ വേസ്റ്റ് അങ്ങനെ ഇരിക്കുന്നുണ്ട്. എനിക്ക് ഈ ബോക്സ് കളയാൻ വേണ്ടി തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ വേണ്ടാത്ത അതിനകത്ത് ഇട്ട് വെച്ചാൽ അങ്ങനെ ഒതുങ്ങി കിടക്കുമല്ലോ. മറ്റേ ഇങ്ങനെ പരന്ന് കിടക്കണമെങ്കിൽ ഇഷ്ടമല്ല. അങ്ങനെ എന്തെങ്കിലും ബോക്സിലാക്കി ഒതുക്കി വെച്ചാൽ കാണാൻ വേണ്ടിയിട്ടൊരു മെനയാണ്. അത് കാരണം അപ്പോൾ ആ കവറുകളൊക്കെ ഒരു ഭാഗത്ത് കെട്ടിയെടുത്ത് മടക്കി വെച്ചു. ഇരുട്ടായിട്ടുണ്ട് കേട്ടോ, പുറത്ത് നല്ല ഇരുട്ട കുട്ടികളുണ്ട് കേട്ടോ. ആ ധൈര്യത്തിലാണ് ഈ കതക് തുറന്ന് വയ്ക്കുന്നത്, ഇല്ലെങ്കിൽ തുറക്കില്ല കേട്ടോ. പിന്നെ അതൊക്കെ അങ്ങോട്ട് റെഡിയാക്കി ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളും അങ്ങോട്ട് കഴിഞ്ഞു. ഒക്കെ നാളേക്ക് വെച്ചാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പം അങ്ങോട്ട് തോന്നിയിട്ട് അപ്പം അങ്ങോട്ട് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് കൈയോടെ വൃത്തിയാവും. നാളേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം അറിയോ, അപ്പം എന്തെങ്കിലും വേറെ കാര്യങ്ങളുണ്ടാവും, ഇതവിടെ കിടക്കുകയും ചെയ്യും കേട്ടോ. ഇപ്പം കാര്യമായിട്ട് നമുക്ക് അധികം ക്ലീനിങ് ഒന്നുമില്ല. നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വന്നുകൊണ്ട് തന്നെ ഓണത്തിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും അങ്ങോട്ട് രക്ഷപ്പെട്ടു കേട്ടോ. ആ ഒരു ഇതിൽ അങ്ങോട്ട് കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് പൊടി എന്തെങ്കിലും തട്ടണമെങ്കിൽ അങ്ങോട്ട് തട്ടാത്രേ ഉള്ളൂ. എന്നാലും ഈ എന്നും നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ കൈയോടെ അങ്ങോട്ട് തട്ട് കാരണം അങ്ങനെ മാറാലേ കാര്യങ്ങൾ ഒന്നും ആയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ അതങ്ങോട്ട് രക്ഷപ്പെട്ടു. മല്ലി മുളകും വാങ്ങി പൊടിച്ചിട്ടില്ല, അതാണ് ഇപ്പോൾ വലിയൊരു സമാധാനക്കേട്. അതിപ്പോൾ എന്തായാലും ഇപ്പോൾ നടക്കില്ല. എന്താ വെച്ചാൽ മഴയുടെ അയ്യരുകളിയാണ് ഇവിടെ കേട്ടോ. ഞാൻ പോവില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്, മഴ ഓണം കൂടിയിട്ടേ പോവുള്ളൂ എന്ന്. ഓക്കെ, എന്നാൽ അങ്ങനെ നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മല്ലി മുളകോ വാങ്ങി പൊടിക്കാം. ഇപ്പോൾ തൽക്കാലത്തിന് നമുക്ക് നമ്മുടെ കയ്യിലുണ്ട്, മൊത്തത്തിൽ കഴിഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എല്ലായിടും അവിടെ തുടച്ചു വിട്ടു കേട്ടോ. അവിടെ തുടയ്ക്കണമെന്നുണ്ടെങ്കിൽ കുഞ്ഞ് സ്ഥലം പറഞ്ഞിട്ട് കാര്യമില്ല, 2-3 പ്രാവശ്യം തുടച്ചാലേ വൃത്തിയാവുള്ളൂ കേട്ടോ. അങ്ങനെയൊക്കെ തുടയ്ക്കലും കഴിഞ്ഞ് വാതിലും അടച്ചിട്ട് നമ്മളിതാ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. 2 എണ്ണം ഉണ്ട് കേട്ടോ പിന്നാലെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ അടി നടക്കുന്നുണ്ട്, രണ്ടും കൂടെ ഒന്ന് തോണ്ടും പിച്ചും അങ്ങനെയൊക്കെ ആയിട്ട്. നിങ്ങളുടെ വീട്ടിലും അങ്ങനെ തന്നെയാണോ? എത്ര പോത്തോളം പോന്നിട്ടൊക്കെ അടി കൂടാറുണ്ട്. ഞങ്ങൾ അങ്ങനെയായിരുന്നു കേട്ടോ. ഏട്ടനും അനിയനും ഒക്കെ പോത്തോളം പോന്നിട്ട് നല്ല അടിയായിരുന്നു. എന്നാൽ നല്ല സ്നേഹമാണ് കേട്ടോ.
അതുപോലെ തന്നെയാണ് ഇവിടെയും എല്ലായിടത്തും അങ്ങനെ തന്നെയാവും മിക്കതും. പിന്നെ നമ്മൾ തുടയ്ക്കുന്ന തുടപ്പൊക്കെ ഒന്ന് ഇങ്ങനെ പിഴിഞ്ഞ് മടക്കിയിട്ടു. എന്നാൽ നാളേക്ക് അതങ്ങോട്ട് റെഡി ആയിക്കോളും. പിന്നെ അതൊക്കെ അങ്ങോട്ട് അവിടെ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ അങ്ങോട്ട് കളഞ്ഞ് എല്ലാം അങ്ങോട്ട് ക്ലോസ് ചെയ്തിട്ട് നമുക്കിനി മേല് കഴുകാൻ വേണ്ടിയിട്ട് പോവാം. മേല് കഴുകിയിട്ടാണ് കിടക്കുന്ന ഒരു സമാധാനമാണ് കേട്ടോ. ഇപ്പം ഞാനൊരു ബുക്ക് വായിക്കാറുണ്ട്. പൂജിട്ടി കൊണ്ടുവന്ന ബുക്കാണ് കേട്ടോ. നല്ല രസം. അവൾക്ക് അതൊരു ഞാൻ വായിക്കുമ്പോൾ അവൾക്കും വായിച്ച് കൊടുത്തിട്ട് അത് കേൾപ്പിക്കാറുണ്ട് കേട്ടോ. രാത്രിയിൽ ഞാൻ അങ്ങോട്ട് ഇരുന്ന് വായിക്കും. ഇന്ന് വേഗം ഉറക്കം വരും. മറ്റേത് ഈ ഫോണിൽ നോക്കി റീൽസ് കണ്ട് കിടന്നു കഴിഞ്ഞാൽ കണ്ണിന് വേദനയല്ലേ. അപ്പോൾ അത് കാരണം ഞാൻ വായിക്കാനാണ് കേട്ടോ ഇരിക്കാറ്. പിന്നെ മാലയും വളയും കാര്യങ്ങളൊക്കെ ഊരി വയ്ക്കും. എനിക്കില്ലത് എന്തെങ്കിലും ഇട്ട് കിടന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട്. കമ്മലും എല്ലാം ഊരി വയ്ക്കും. എന്നിട്ട് രാവിലെ എടുത്ത് ഇടുകയുള്ളൂ കേട്ടോ. ഇത് ബുദ്ധിമുട്ടാണ് എനിക്ക്. ഇങ്ങനെ മാലയും വളയും മോതിരമൊക്കെ എല്ലാം ഞാൻ ഊരി വയ്ക്കും. എന്നിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഒരു മോയ്സ്ചറൈസർ ക്രീമും കൂടെ തേക്കും. ഇതെനിക്ക് പറയുമ്പോൾ തെറ്റും കേട്ടോ. അതും കൂടെ തേച്ചിട്ട് നമ്മൾ അങ്ങോട്ട് കിടക്കാൻ വേണ്ടിയിട്ട് പോവുക. ഇനി കുറച്ച് നേരം വായിക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഉറങ്ങുക. ഇന്നത്തെ കുഞ്ഞൊരു നൈറ്റ് വ്ളോഗാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടായിരുന്നോ? വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യാനും വേണ്ടിയിട്ടും മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരു 50% സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത്. നിങ്ങളൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ മക്കളെ. അപ്പോൾ നാളെ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടാറ്റ, ബൈ ബൈ, സീ യു.